നഷ്ടപ്പെട്ട 33 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറി കണ്ണൂർ സിറ്റി സൈബർ സെൽ. നഷ്ടപ്പെട്ടതും മോഷണം പോയതുമായ മൊബൈൽ ഫോണുകളാണ് വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് കൈമാറിയത്. സൈബർ സെൽ ASI M ശ്രീജിത്ത്, CPO ദിജിൻ രാജ്, PK എന്നിവർ ചേർന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഇതെന്താ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മൊബൈൽ ഫോൺ കച്ചവടം തുടങ്ങിയുവെന്ന് സംശയിക്കേണ്ട. മൊബൈൽ ഫോണുകളെല്ലാം പലയിടത്തു നിന്ന് കാണാതായതോ മോഷണം പോയതോ ആണ്. ഇനിയൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ മൊബൈൽ ഫോണുകളാണ് പോലീസ് കണ്ടെത്തി തിരികെ നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് CEIR എന്ന് പറയുന്ന പോർട്ടലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെ കീഴിലുള്ള ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കിന്ന് നിലവിലുണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് IMEI നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ 2023 മുതൽ തന്നെ മിസ്സിംഗ് ആയ മൊബൈൽ ഫോണുകളും അതേസമയത്ത് 2025 നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളടക്കം ഇന്ന് നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥയിലേക്ക് ഇന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ലഭിച്ച ഫോണുകൾ സൈബർ സെൽ ഉടമസ്ഥർ അൺബ്ലോക്ക് ചെയ്ത് ഉടമകൾക്ക് നൽകി. ഇനിയൊരിക്കലും കിട്ടില്ല എന്ന് കരുതിയ മൊബൈൽ ഫോണുകൾ കയ്യിലെത്തിയപ്പോൾ അവർക്കും സന്തോഷം. ഇവിടെയുള്ള പോലീസ് ഓഫീസറുടെ ഒക്കെ കഠിന പ്രയത്നം കൊണ്ട് എനിക്ക് ജൂൺ 20-ാം തീയതി എനിക്ക് ഫോണ് തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത വന്നു. പക്ഷേ ആ ഫോണ് എവിടെയോ കണ്ണൂർ വെച്ചെങ്ങാനും ഓണാക്കിയിട്ടുണ്ട്, അത് എവിടെയോ ദൂരെങ്ങാനാണെങ്കിൽ കിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഒരു ബംഗാളിക്ക കിട്ടിയത് റോഡിൽ നിന്ന് വീണ് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഫോണിന് ഒരു പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സൈബർ സെൽ 300ഓളം മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയത്. ജനം, കണ്ണൂർ.